പൂജാക്രമങ്ങളുടെ സമയക്രമങ്ങളൊക്കെ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ കൃത്യമായ സമയ നിഷ്ഠയുണ്ട്. എപ്പോഴാണ് ആ പൂജാക്രമങ്ങൾ, ആ പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിലേക്ക് കടക്കുക? പ്രധാനമന്ത്രി എപ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക? യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ ക്ഷേത്രത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പൂജാക്രമങ്ങൾ, അതിൻ്റെ സമയക്രമങ്ങൾ കൂടി ഒന്ന് വളരെ വേഗം വ്യക്തമാക്കുമോ? എസ് ജിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം. അവിടെ അഭൂതപൂർവമായ തിരക്കാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഗൗതമിലേക്കും ജിഷ്ണുവിലേക്കൊക്കെ പലപ്പോഴും ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട്. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അഭൂതപൂർവമായ തിരക്കങ്ങനെ അയോധ്യയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ അങ്ങനെ അവിടേക്ക് ഒഴുകിയെത്തിയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തും. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജിഷ്ണു, ഈ പൂജാ സമയക്രമങ്ങൾ എപ്പോഴൊക്കെയാണ്? പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജ അങ്ങ് രാംലല്ലയുടെ ഗർഭഗൃഹത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പ്രത്യേക പൂജാ ചടങ്ങുകൾ? എപ്പോഴാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തുക? നേരത്തെ പറഞ്ഞതുപോലെ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം ശാസ്ത്രജ്ഞാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട ആളുകൾ എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് എത്തുക? ഒപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്തായി 2000-ഓളം ആളുകൾ, അതിൽ 4000-ഓളം പേർ സന്യാസി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കുള്ള ഇരിപ്പിടം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തയ്യാറാക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആ കസേരകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ആർക്കൊക്കെയാണ് പ്രവേശനം? ഒപ്പം ഈ സമയക്രമങ്ങൾ കൂടി ഒന്ന് വളരെ വേഗം വ്യക്തമാക്കൂ. ശ്രീകോവിലിനകത്ത് പ്രത്യേക പൂജകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ പ്രത്യേക ചടങ്ങ് 11:20 ശേഷമാണ് ആരംഭിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ എന്നുള്ള ചടങ്ങ് 12:29 ശേഷം 84 സെക്കൻഡുകളോളമാണ് പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരു ശുഭമുഹൂർത്തം. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കൂടാതെ യുപി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, കൂടാതെ ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ തുടങ്ങിയവരായിരിക്കും ശ്രീകോവിലിനുള്ളിൽ ആ സമയത്തുണ്ടാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഒപ്പം മറ്റ് പൂജാ ചടങ്ങുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്കായി എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ ശ്രീകോവിലിനുള്ളിലുണ്ട്. ഒപ്പം ഉമേഷ് ചോദിച്ചതുപോലെ അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഈ സന്യാസി വര്യന്മാരുൾപ്പെടെ 8:30യോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് പ്രത്യേക വാഹനം ഒരുക്കിയിട്ടുണ്ട്. 4000-ഓളം സന്യാസി ശ്രേഷ്ഠന്മാരാണ് രാജ്യത്തിന്റെ വിവിധ പ്രധാനപ്പെട്ട മഠങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള 4000-ഓളം സന്യാസി ശ്രേഷ്ഠന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ആ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ആ ചടങ്ങിന് മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടുകൂടി ദൈവിക ഭാവം നൽകുന്നതിന് 4000-ഓളം ആചാര്യന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നും കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉൾപ്പെടെ നിരവധി ആചാര്യന്മാർ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ആചാര്യന്മാർ ആ ക്ഷേത്രത്തിന് മുൻപിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള കസേരകളിലായിരിക്കും ഇരിക്കുക. അവർ അല്പസമയത്തിനകം തന്നെ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒപ്പം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും ആ ഒരു സമയത്തിന് ശേഷം ഈ ശ്രീകോവിലേക്ക് എത്തും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ മുതൽ തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ ജന്മഭൂമിയിൽ തന്നെ ഉണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 മണിയോട് കൂടിയായിരിക്കും, 12:05 കൂടിയായിരിക്കും ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം 10:55 കൂടി അയോധ്യയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും 12:05 കൂടിയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിനകത്തേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. 12:55 വരെ, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിയുന്നതുവരെ അദ്ദേഹം ഈ ശ്രീകോവിലിന് അകത്ത്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് അകത്തുണ്ടാകും. അത്തരത്തിലാണ് ഇപ്പോൾ ഈ പൂജാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികളെ അവർ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഏകദേശം 8000-ഓളം ആളുകളുണ്ട്. അവരെ ഈ ഒരു ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് രാമമന്ദിരം ഉയർന്നതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു പൊതു ചടങ്ങ് എന്നുള്ള രീതിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സംവദിക്കും. എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. കാരണം നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ അയോധ്യയിൽ യാഥാർത്ഥ്യമാക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ 500 വർഷങ്ങളോളം നീണ്ടുവന്ന
കാത്തിരിപ്പിന്റെ ഫലമാണ്. ഒട്ടേറെ പോരാട്ടങ്ങൾ, പ്രത്യേകിച്ച് മുൻപ് രഥയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അതായത് അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയൊരു ഏടായിട്ടുള്ള രഥയാത്ര, അന്നത്തെ അദ്വാനിജി നയിച്ചിട്ടുള്ള രഥയാത്രയിൽ അതിന് ചുക്കാൻ പിടിക്കുകയും ആ യാത്രയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിലകൊണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രത്തോളം വൈകാരികമായിരിക്കും. അപ്പം ഭാരതം എങ്ങനെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്? ഈ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഈ ക്ഷേത്രത്തിനകത്തേക്ക്, അതായത് ഈ ചടങ്ങുകളിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിന് VIP എസ്കോർട്ടോടുകൂടി അല്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷാ ചുമതലകളോടുകൂടി ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾ ഈ പുതിയ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്, ആ വാഹന വ്യൂഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. ഒപ്പം ഈ റാം പത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റാം പത്ത് പൂർണ്ണമായും ഒരു ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ്. ഈ പ്രത്യേക അതിഥികളെ ക്ഷണിക്കുന്നതിന് അല്ലെങ്കിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ, കലാരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളാണ് ഈ റാം പത്തിന്റെ ഇരുവീതികളിലുമായി ഒരുക്കിയിട്ടുള്ളത്. അത് രാവിലെ മുതൽ തന്നെ അവിടെ കലാരൂപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റാം പത്തിലൂടെ ഏകദേശം 200 മീറ്റർ മുമ്പിലേക്ക് പുതിയ ക്ഷേത്രത്തിലേക്ക് ആ ചടങ്ങിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിന് ശോഭ പകരുമ്പോൾ, അല്ലെങ്കിൽ ഒരു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവസാന ഘട്ടത്തിൽ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു ഉത്സവ ലഹരി നമുക്ക് അയോധ്യയിലെ വീഥികളിൽ കാണാൻ സാധിക്കും. അവിടെ വിവിധ രൂപത്തിലുള്ള കലാരൂപങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു രാം പത്തിനെ കൂടുതൽ വർണ്ണാഭമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. പൂർണ്ണമായും ഈ ഒരു ദിവസം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ അത് ആഘോഷമാക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ്. കാരണം അത്രയധികം പ്രധാനപ്പെട്ട ഒരു ദിനം, അത്രയധികം വിശിഷ്ട വ്യക്തികൾ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഒത്തുചേരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ്. കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അയോധ്യയ്ക്ക് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന, അതായത് ഈ രാമജന്മഭൂമി ഉൾപ്പെടുന്ന പുതിയ ക്ഷേത്രം ഉൾപ്പെടുന്ന മേഖലയെ റെഡ് സോണായി തിരിച്ചുകൊണ്ട് അവിടെ NSG കമാൻഡോസിന്റെ പ്രത്യേക തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. റോഡുകളിൽ ഈ റാം പത്തിന്റെ ഇരു വീഥികളിലും നമുക്ക് കാണാൻ സാധിക്കും. CRPF-നെയും ഒപ്പം RAF-നെയും ഈ UP പോലീസിനെയും വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കാത്തിരിപ്പിന്റെ ഫലം കൂടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളതാണ്. അതിന്റെ നിയമ വഴികൾ, കഴിഞ്ഞ 134 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം കൂടി ഈ ഒരു അയോധ്യ രാമക്ഷേത്രത്തിന് പിറകിലുണ്ട്. 1885 അന്ന് ഇവിടെ പൂജാരിയായിരുന്ന രഘുബർ ദാസ് ആദ്യമായി ഫൈസാബാദ് ജില്ലാ കോടതിയിൽ ഈ രാമക്ഷേത്രത്തിൽ ആരാധനാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ രാമജന്മഭൂമിയിൽ ആരാധനയ്ക്ക് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിയമ വ്യവഹാരത്തിന് അന്ന് തുടക്കം കുറിക്കുന്നത് 1885 അത്തരത്തിൽ രഘുബീർ ദാസ് ഈ ഫൈസാബാദ് കോടതിയെ സമീപിക്കുന്നത്. പിന്നീട് ഫൈസാബാദ് കോടതിയും അലഹബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലേക്കും എത്തിക്കൊണ്ട് ഏകദേശം 134 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ആ നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2019 നവംബർ 9 രാമജന്മഭൂമിയിലെ ആരാധനാവകാശം പൂർണ്ണമായും ഹൈന്ദവ സമൂഹത്തിന് വിട്ടു നൽകിക്കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ പര്യവേഷണ റിപ്പോർട്ടുകളും ഒപ്പം ഹൈന്ദവ സമൂഹത്തിന്റെ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് രാമജന്മഭൂമി പൂർണ്ണമായും ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനയ്ക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള വിധി വന്നത് 2019 നവംബർ 9 അതിനുശേഷം ഇങ്ങോട്ട് ഈ ഭൂമിയിൽ ഒരു പുതിയ ക്ഷേത്രം ഉയരുന്നതിനും ഈ ഒരു തീർത്ഥാടന കേന്ദ്രം, ഈ ഒരു ഭൂമി ഒരു ലോകോത്തര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിരുന്നത് ഈ 2019 ശേഷം, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ അതിനുശേഷം നടന്നിട്ടുള്ള ഭൂമി പൂജ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. നിശ്ചയിക്കപ്പെട്ട ആളുകൾ, മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ട ആളുകൾ
ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് മുൻകൂട്ടി ക്ഷണിച്ച ആളുകൾ, അവർക്കാണ് ഇന്ന് പ്രവേശനമുള്ള അവരുടെ വാഹനങ്ങളാണ് പോലീസ് അകമ്പടിയോടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്.